തളിപ്പറമ്പിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പട്ടവം മുതുകുടിയിലെ കല്ലടത്ത് നഫീസയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതുകുടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് പാമ്പ് കടിയേറ്റത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതുകുടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ് പാമ്പ് കടിയേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചെറുമകൻ പള്ളിയിൽ പോയി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അകത്ത് ക്ഷീണിതയായ നഫീസയെ കണ്ടത്. ഉടൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. കടിച്ച പാമ്പ് ഏതാണെന്ന് വ്യക്തമല്ല. ശംഖുവരയൻ പാമ്പാണ് കടിച്ചതെന്ന് സംശയിക്കുന്നതായി പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. 2 വർഷമായി ഈ വാടക ക്വാർട്ടേഴ്സിൽ ഇവർ താമസം തുടങ്ങിയിട്ട്. വീടിന്റെ പരിസരം കാട് പിടിച്ചും ചപ്പുചവറുകൾ കൂട്ടിയിട്ടും മറ്റും കിടക്കുന്ന അവസ്ഥയാണ്. പാമ്പ് കടിച്ചതാണെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല. ആശുപത്രി അധികൃതർ പറഞ്ഞപ്പോഴാണ് പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലായതെന്ന് വാർഡ് മെമ്പർ സീനത്ത് മഠത്തിൽ പറഞ്ഞു. സംഭവം ഉണ്ടായ സമയത്ത് ആരും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ മോളെ കുട്ടി പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മ അവിടെ കിടക്കുന്നുണ്ടായിന്. അത് കഴിയുന്നില്ല, എനിക്കെന്തോ ആവുന്നെന്നുള്ളൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ തളിപ്പറമ്പിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്നാണ് പരിയാരത്തേക്ക് കൊണ്ടുപോകണമെന്ന് പരിയാരം കൊണ്ടുപോയി. പിന്നെ അവിടെ കൊണ്ടുപോയ സമയത്ത് തന്നെ അവരെ വെന്റിലേറ്ററിൽ ICUലാക്കിയിട്ടുണ്ടായിരുന്നു. മരിച്ചത് ഇന്ന് രാവിലെ 5 മണിക്കാണ് മരിച്ചത്. അവർ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ട് സ്നേഹിക്കുന്ന പറഞ്ഞാണ് എഴുതിയിട്ടുള്ളത്. പാമ്പാന്ന് അറിയില്ല, ആരും ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ടില്ലെങ്കിലേ നമുക്ക് പാമ്പാന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബോധം പോയിട്ടുണ്ടായിരുന്നു. മുൻപൊന്നും സ്ഥലത്ത് വിഷപ്പാമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നില്ലെന്ന് അയൽവാസി പറഞ്ഞു. കുന്നിടിച്ചു കൊണ്ടുവരുന്ന മണ്ണ് പറമ്പിലും മറ്റും നിക്ഷേപിക്കാറുണ്ടെന്നും ആ മണ്ണിൽ പാമ്പിൻ മുട്ടകൾ ഉണ്ടാവാൻ ഇടയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 2:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഇവർ ആളെടുത്തിട്ട് പോകുന്നുണ്ട്. ഓട്ടോ അവിടെ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചെന്നിട്ട് അന്വേഷിക്കുന്നത്. അന്നേരം പറഞ്ഞത് പിന്നെ ക്ഷീണം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അറിയുന്നത് പാമ്പ് കടിയേറ്റതാണെന്ന്. മുൻപൊന്നും അങ്ങനെ ഇല്ല. ഇപ്പം ഈ മണ്ണ് വന്ന് വീഴാൻ തുടങ്ങിയില്ല. മറ്റേ കുന്നിൻ്റെ മണ്ണ് അങ്ങനെ കോരി JCB കൊണ്ട് തട്ടുക. അപ്പോൾ അതിനകത്ത് മുട്ടയുണ്ടാവും. അതിൽ നിന്നാണ് ഇപ്പം ഇത് പുറത്ത് വരുന്നത്. ഖബറടക്കം മുതുകുട ജുമാ മസ്ജിദിൽ നടന്നു. അതേസമയം ചൂടുകാലത്ത് തണുപ്പ് തേടി വരുന്ന പാമ്പുകളുടെ കടിയേൽക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.